അവയവക്കടത്ത് കേസിൽ പ്രധാന കണ്ണിയായ ഹൈദരാബാദ് സ്വദേശി പിടിയിൽ. ഹൈദരാബാദിൽ നിന്നാണ് അന്വേഷണ സംഘം പ്രതിയെ പിടികൂടിയത്. വിവരങ്ങളുമായി ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ഉമേഷ്, ഇതിൻ്റെ ആ കേസിൻ്റെ ഒരു വ്യാപ്തി വർദ്ധിക്കുകയാണ്. നേരത്തെ പിടിയിലായ സൂത്രധാരന്മാരിൽ 2 പേർ കേരളത്തിൽ നിന്നുള്ളവരായിരുന്നു. ഇപ്പോൾ ഹൈദരാബാദ് സ്വദേശി കൂടി ഹൈദരാബാദിൽ നിന്ന് കൂടി പിടികൂടിയിരിക്കുകയും ചെയ്യുന്നു. ഈ കണ്ണിയുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ വിവിധയിടങ്ങളിൽ ദില്ലി, ബംഗളൂരു അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ കണ്ണികൾ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പ്രധാന കണ്ണിയെ പിടികൂടിയതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്. സിജു, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ അറസ്റ്റാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് പറയാം. കാരണം ഈ ഹൈദരാബാദ് സ്വദേശിക്ക് വേണ്ടി കുറേയേറെ ദിവസങ്ങളായി അന്വേഷണ സംഘം തിരച്ചിൽ തുടരുകയായിരുന്നു. ഹൈദരാബാദ് പോലീസിന്റെ സഹായത്തോടെ ഹൈദരാബാദിൽ കുറെ ദിവസങ്ങളായി ഇയാൾക്ക് വേണ്ടി വലവിരിച്ചിരിക്കുകയായിരുന്നു പോലീസ്. ഇന്നിപ്പോൾ ഇയാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇയാളെ ആലുവയിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ഇതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം പുറത്തു വരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇയാളുടെ ഈ കേസിലെ പ്രധാനപ്പെട്ട പങ്കാളിത്തം എന്ന് പറയുന്നത് ഈ അവയവദാതാക്കളെ കണ്ടെത്തുന്നത് മുതലുള്ള കാര്യങ്ങൾ ഇയാളാണ് നിർവഹിച്ചിരുന്നത്. ഇയാളുടെ നേതൃത്വത്തിലാണ് ചെയ്തിരുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. അവയവദാതാക്കളെ കണ്ടെത്തുന്നു, അതിനുശേഷം ഇവരുടെ ആരോഗ്യ പരിശോധന അടക്കം നടത്തുന്നു. അവിടുന്ന് പിന്നെ ഇറാനിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നു. അങ്ങനെ ഇറാനിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള ചുമതലയാണ് ഇയാൾ നിർവഹിച്ചിരുന്നത്. നേരത്തെ തന്നെ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത് എന്ന് പോലീസ് കണ്ടെത്തിയതാണ്. ആ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള സംഘത്തിന് നേതൃത്വം നൽകിയ ആൾ തന്നെയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വ്യക്തതയ്ക്കായി ചോദിക്കുകയാണ്. കാരണം ഈ ഹൈദരാബാദ് സ്വദേശി ഹൈദരാബാദിൽ ഇരുന്നു കൊണ്ടാണോ ഈ രാജ്യം മൊത്തമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള അവയവക്കടത്ത് നടത്തിക്കൊണ്ടിരുന്നത്? ദില്ലിയിലും ബംഗളൂരുവിലും അടക്കം കേരളത്തിലും അടക്കമുള്ള കാര്യങ്ങളുടെ ചുക്കാൻ പിടിച്ചിരുന്നത് ഈ ഹൈദരാബാദിലെ ഈ പിടിയിലായ ആൾ തന്നെയായിരുന്നോ? അതെ സിജു, ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ സംഘം പ്രവർത്തിച്ചിരുന്നത്. ഹൈദരാബാദിൽ ഇരുന്നു കൊണ്ടാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ദാതാക്കളെ കണ്ടെത്തുകയും അവരെ പിന്നീട് എത്തിക്കാനുള്ള നടപടികൾ നീക്കിയിരുന്നതും ഹൈദരാബാദ് കേന്ദ്രീകരിച്ച് തന്നെയാണ്. എന്നാൽ ഈ ഹൈദരാബാദ് സ്വദേശിക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ഒരു മലയാളിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അയാളാണ് ഈ കേസിലെ ഏറ്റവും മുഖ്യകണ്ണിയായ മധു എന്ന് പറയുന്നയാൾ. അയാൾ എറണാകുളം സ്വദേശി, കൊച്ചി സ്വദേശിയാണ്. അയാളുള്ളത് ഇറാനിലാണ്. ഇറാനിലുള്ള ഈ മധുവിന്റെ നിർദ്ദേശപ്രകാരം ഈ ഹൈദരാബാദ് സ്വദേശിയാണ് ഹൈദരാബാദിൽ ഇരുന്നു കൊണ്ട് ഈ സംഘത്തിന് നേതൃത്വം നൽകുകയും നവമാധ്യമങ്ങൾ വഴിയാണ് ഇതിന് പരസ്യം നൽകുകയും അങ്ങനെ ഈ ദാതാക്കളെ ഇതിലേക്ക് ആകർഷിച്ച് അവരെ കൊണ്ടുവന്ന് അവരുടെ ആരോഗ്യ പരിശോധന അടക്കം നടത്തി ഇറാനിലെത്തിച്ച് മറ്റു കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് വരെയുള്ള ചുമതലയാണ് ഈ ഹൈദരാബാദ് സ്വദേശി നിർവഹിച്ചിരുന്നതെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ കേസിൽ നേരത്തെ 2 പേർ പിടിയിലായിരുന്നു. അതിൽ സാബിത് നാസർ എന്ന് പറയുന്നയാളാണ് തൃശൂർ സ്വദേശി. ഇയാളാണ് ആദ്യം പിടികൂടിയത്. ഈ സാബിത് നാസറിന്റെ നൽകിയ വിവരമനുസരിച്ചാണ് ഈ ഹൈദരാബാദ് സ്വദേശിയിലേക്ക് അന്വേഷണ സംഘത്തിന് എത്താൻ കഴിഞ്ഞത്. സാബിത് നാസർ നൽകിയ പ്രധാനപ്പെട്ട 2 പ്രതികളെ കുറിച്ച് ഒന്ന് മധുവും ഒന്ന് ഈ ഹൈദരാബാദ് സ്വദേശിയുമായിരുന്നു. മധു ഇറാനിലായതുകൊണ്ട് തന്നെ ഒട്ടേറെ നടപടിക്രമങ്ങളുണ്ട്. അയാളെ അവിടെ നിന്ന് മറ്റൊരു രാജ്യത്തായതുകൊണ്ട് അയാളെ പിടികൂടുന്നതിന് കുറെ പരിമിതികളുണ്ട്. ആ ഘട്ടത്തിൽ പോലീസ് തീരുമാനിച്ചത് ഇന്ത്യയിൽ തന്നെയുള്ള ഈ ഹൈദരാബാദ് സ്വദേശിയെ കണ്ടെത്തുക. അതിനാണ് പ്രഥമ പരിഗണന നൽകിയത്. അയാളെ കിട്ടിയാൽ ഇതിന്റെ ഒട്ടേറെ വിവരങ്ങൾ പുറത്തു വരുമെന്ന് അന്വേഷണ സംഘം കരുതുന്നു. കാരണം അയാൾ ഇതിന്റെ ഒരു നേതൃത്വം നൽകിയ ആളാണ്. ഈ മലയാളിയായ ഷമീർ എന്ന ദാതാവ് ഒഴിച്ച് ബാക്കി 19 പേരെയും കൂടുതൽ പേരെയും ഉത്തരേന്ത്യയിൽ നിന്നാണ് കണ്ടെത്തി ഇത്തരത്തിൽ അവയവ കച്ചവടം നടത്തിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കും എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. അതുകൊണ്ട് ആ നിലയിൽ ഈ അറസ്റ്റ് വളരെ നിർണായകമാണ്. ഇതുമായി ബന്ധപ്പെട്ട് റൂറൽ SP എന്ന് 12 മണിയോടെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഘട്ടത്തിൽ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉമേഷ്, ഈ മൊത്തം 20 പേരെയാണ് അവയവക്കടത്തിനായി കൊണ്ടുപോയതെന്നുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വരികയും ചെയ്തത്. അതിൽ മലയാളിയായ ഒരാളെ മാത്രമാണ് അവയവക്കടത്തിനായി നിയോഗിക്കുകയും ചെയ്തത്. ബാക്കി 19 പേരും ഉമേഷ് പറഞ്ഞതനുസരിച്ച് ബാക്കി 19 പേരും ഉത്തരേന്ത്യൻ സ്വദേശികളാണ്. ഇതല്ലാതെ വേറെങ്കിലും തരത്തിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് രാജ്യമാകെ വിരിച്ച വല അവിടെ നിന്നും നിരവധി പേരെ കൊണ്ടുപോയി എന്നുള്ള തരത്തിൽ ആദ്യം വാർത്തകൾ വരികയും ചെയ്തു. 20 പേരെ മാത്രമേ കൊണ്ടുപോയിട്ടുള്ളൂ എന്നുള്ള വിവരങ്ങളാണോ പോലീസ് അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്? അത് സിജു, അത് ഇയാളെ ചോദ്യം ചെയ്താലാണ് ഇതിൽ കൂടുതലുണ്ടോ എന്നുള്ളത് വ്യക്തമാവുകയുള്ളൂ. ഈ 20 പേരുടെ കണക്ക് എന്ന് പറയുന്നത് ആദ്യം പിടിയിലായ സാബിത് നാസർ നൽകിയ മൊഴി അനുസരിച്ചാണ്. അയാൾ ഇതിന്റെ കണ്ണിയായതിനു ശേഷം അയാളുടെ അറിവിൽ 20 പേരെ അവയവ കച്ചവടത്തിനായി ഇത്തരത്തിൽ ഇറാനിൽ എത്തിച്ചിട്ടുണ്ട്. അതിലൊരാൾ ഷമീറാണ് എന്നുള്ള കാര്യം സാബിത് നാസർ പറയുന്നു. ബാക്കി ഭൂരിഭാഗം പേരും ഉത്തരേന്ത്യക്കാർ ആണെന്ന് മാത്രമല്ല അതിൽ ചില തമിഴ്നാട് അത്തരത്തിൽ സൗത്ത് ഇന്ത്യയിൽ നിന്ന് 12 പേർ കൂടി ഉണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്നു. ആ സാബിത് നാസറിന്റെ മൊഴി അനുസരിച്ചാണ് 20 പേരുടെ കണക്കെന്ന് പറയുന്നത്. പക്ഷേ
യഥാർത്ഥ കണക്ക് അതിലും വലുതാവും എന്ന് തന്നെയാണ് പോലീസ് കാണുന്നത്. ശരി, അതാണ് ഉമേഷാണ് ഈ കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അവയവ കടത്തിലെ പ്രധാന കണ്ണി എന്ന് കരുതുന്ന ഹൈദരാബാദ് സ്വദേശിയെ ഹൈദരാബാദിൽ നിന്ന് തന്നെ പിടികൂടിയിരിക്കുന്നു. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇതിൽ പ്രധാന പങ്കുവച്ച മറ്റൊരു മലയാളിയിലേക്ക് കൂടി അന്വേഷണം എത്തിച്ചേരുമെന്നുള്ള വിവരങ്ങളാണ് കൊച്ചിയിൽ നിന്നും ഉമേഷ് നൽകിയത്.